ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ് 12 നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയോട് കൂടി ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ നോക്കുവാണ്, ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. An equation involving derivatives or differentials is called a differential equation. ഒരു ഇക്വേഷൻ്റെ അകത്ത് അതിൻ്റെ ടേംസ് കൂടാതെ ഡെറിവേറ്റീവ്സോ ഡിഫറൻഷ്യൽസോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ dy/dx ഈക്വൽ ടു e⁻x ഇങ്ങനെ വരുന്നതോ, അല്ലെങ്കിൽ x/dy പ്ലസ് y/dx ഇസ് ഈക്വൽ ടു 0. ഇതും എന്താണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാമ്പിളാണ്. d²y/dx² പ്ലസ് xy ഈക്വൽ ടു 0. ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാമ്പിളാണ്. d²y/dx² പ്ലസ് dy/dx ദ ഹോൾ സ്ക്വയർ പ്ലസ് y² ഈക്വൽ ടു x². ഇതും എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിളാണ്. dx/dt പ്ലസ് dy/dt ഈക്വൽ ടു xt. ഇങ്ങനെയൊക്കെ വരുന്ന എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് എക്സാമ്പിളാണ്. അതായത് ടേംസ് കൂടാതെ, ഇക്വേഷൻസിലെ ടേംസ് കൂടാതെ ഡെറിവേറ്റീവ്സോ ഡിഫറൻഷ്യൽസോ ആ ഇക്വേഷൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്താണ്, അതിൻ്റെ ഡിഗ്രി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ എന്താണെന്ന് നോക്കാം. ദ ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ദ ഓർഡർ ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഒക്കറിങ് ഇൻ ദ ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുള്ളപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുവാണ്. dy/dx plus d²y/dx² plus d⁻⁴y/dx⁴ plus y into dy/dx the whole square equal to 0. അപ്പോൾ ഇത് ഞാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയേക്കുക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ എന്താ 1 ആണ്, പക്ഷേ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, d⁻⁴y/dx⁴. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സാധനമാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഓർഡർ ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിഗ്രി എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഇനിയാണ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ദ ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ദ ഡിഗ്രി ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഒക്കറിങ് ഇൻ ഇറ്റ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്തൊരു ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ പവറാണ് അതാണ് നമ്മളുടെ ഓർഡർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി, ഓക്കെ, അതായത് ദ ഹോൾ റേസ് ടു 2, ദ ഹോൾ റേസ് ടു 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതൂലേ, അതാണ് അതായത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുവാണ്. d²y/dx² the whole raised to 5 plus x into d⁻⁴y/dx⁴ the whole raised to 1 plus dy/dx the whole raised to 6 equal to x. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ഡിഗ്രി എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാണ്, ഇവിടെ ഉള്ളത് d² ആണ്, ഇവിടെ d⁻⁴, ഇവിടെ dy. ഓക്കെ, അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ, d⁻⁴y/dx⁴. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി അതിൽ ആരാ, ദ ഹോൾ റേസ് ടു 1 ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറിൽ ആരാണോ വരുന്നത് അവരായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താ, 1 ആണ്. ഈ കേസിൽ ഞാൻ ദ ഹോൾ റേസ് ടു 1 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ കേസിലും ദ ഹോൾ റേസ് ടു 1 എന്ന് തരണമെന്നില്ല. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഞാനത് ഇത് തൂത്ത് കളയുക, ഇങ്ങനെ തരത്തില്ല. d⁻⁴y/dx⁴ ഇങ്ങനെ മാത്രമേ ചിലപ്പോൾ തരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇവിടെ ഹോൾ റേസ് ടു 1 ഉണ്ട്, അപ്പോൾ 1 ആണ് അതിൻ്റെ ഡിഗ്രി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഓർഡർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്താണ് നമുക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാണോ അതായിരിക്കും അതിൻ്റെ ഓർഡർ. അതേ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ എന്താണോ അതായിരിക്കും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡറും ഡിഗ്രി എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡറും ഡിഗ്രിയും എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ആണ്
ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഓർഡർ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ ഏറ്റവും ഹയർ ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ. ഇത് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്, ഇത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഇതാണ് ഇതിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം അതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡിഗ്രി എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നത്? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതിൻ്റെ പവർ ഒന്നും നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. എന്ത്, ഇവിടെ 1 ഉണ്ടെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താണ്? 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തത് ds by dt the whole raised to 4 plus 3s into d square s by dt square is equal to 0. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഓർഡർ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതിലെ ഹയസ്റ്റ് ഓർഡർ ഏതാ? ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, ഇത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ. അപ്പോൾ നമ്മുടെ ഓർഡർ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിഗ്രി എന്താണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ. അപ്പോൾ ഇവിടെ പവർ എന്താണെന്ന് തന്നിട്ടില്ല, പക്ഷേ അവിടെ 1 ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹയസ്റ്റ് ഓർഡർ. അപ്പോൾ അതിൻ്റെ പവർ എന്താ? 1. അപ്പോൾ അവിടുത്തെ ഡിഗ്രി 1 ആണ്. ഒരിക്കലും ഈ 4 ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം y3 plus 2y plus y2 equal to 0. ഈ ഡാഷ് എന്ന് തന്നിരിക്കുന്നത് നമ്മുടെ ഡെറിവേറ്റീവ്സിൻ്റെ ഓർഡർ ആണ് കേട്ടോ. ഇത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഏതാണ്? തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 3 ആയിരിക്കും. ഈ ഡാഷ് തന്നിരിക്കുന്നത് കൺഫ്യൂഷൻ ആവരുത്. ഇതിൻ്റെ അർത്ഥം d³ y by dx³, ഇത് 2 into dy by dx പ്ലസ് ഇത് d² y by dx². അതാണെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇവിടെ 3 ആണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി എന്തായിരിക്കും? അതിൻ്റെ പവർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പവർ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, അപ്പോൾ മനസ്സിലാക്കിക്കോണം. ഇതിൻ്റെ പവർ എന്താണ്? 1 ആണ്. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, d² y by dx² മൈനസ് 1 plus dy by dx the whole square the whole raised to 3/2. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓർഡർ പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. ഓർഡർ ഇസ് ഈക്വൽ ടു ഇത് തന്നിരിക്കുന്ന ഫസ്റ്റ് ഓർഡർ ആണ്, ഇത് തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓർഡർ 2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് ഡിഗ്രി പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടൊരു 3/2 കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലും ഫ്രാക്ഷൻസോ റാഡിക്കൽസോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തെഴുതുവാണ്. d² y by dx² minus 1 plus dy by dx the whole square the whole raised to 3/2 equal to 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിലത് ഈ മൈനസിന് ശേഷം കിടക്കുന്ന ഇത്രയും ടേമിന് ഞാൻ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താകും? d² y by dx² equal to 1 plus dy by dx the whole square the whole raised to 3/2. ഓക്കെ, ഇനി ഞാൻ രണ്ട് സൈഡിനെ ഒന്ന് സ്ക്വയർ ചെയ്യാൻ പോവാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്താ പറ്റുന്നത്? ഇവിടെ d² y by dx² the whole square എന്നാകും ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത്? 1 plus dy by dx the whole square the whole raised to 3/2 the whole square. നമ്മൾ സ്ക്വയർ ചെയ്തപ്പോൾ ഈ ടേമിന് മൊത്തത്തിലാണ് ഇവിടെ സ്ക്വയർ ചെയ്തത്. അപ്പോൾ സ്ക്വയർ ചെയ്തപ്പോൾ ഈ 2ഉം എന്ത് പറ്റി? ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയപ്പോഴത്തേക്കും നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമായിരിക്കും? d² y by dx² the whole square equal to 1 plus dy by dx the whole square the whole ക്യൂബ് എന്ന് നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഡിഗ്രി എന്താണെന്ന് മനസ്സിലായി. കാരണം എന്താണ്? നമ്മൾ ഇവിടുത്തെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിൻ്റെ ഓർഡർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ പവർ ആയിരിക്കണമല്ലോ നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പവർ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിനെ നമുക്കിവിടെ പവറിൽ ഒരു 3/2 ഫ്രാക്ഷൻ പോലെ വന്നതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മളുടെ ഡിഗ്രി എത്രയാണെന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ക്ലിയർ ആക്കിയത് കൊണ്ടാണ് നമുക്കിവിടെ 2 കിട്ടിയത്. അല്ലെങ്കിൽ ആ കേസിൽ എന്തേ ഇവിടെ ഉള്ളൂ? 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എലിമിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡിഗ്രി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഗ്രിയും ഓർഡറും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും മാറ്റിയും തിരിച്ച് എഴുതി വെക്കരുത്. ഓക്കെ, നല്ല തറവാക്കിയിട്ട് വേണം ഡിഗ്രി ഓർഡറും ചൂസ് ചെയ്യാനായിട്ട്. ഇതിനൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്